നമസ്കാരം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ ഗുണമാണ്. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നീ കാര്യങ്ങളിൽ നിന്ന്. പക്ഷെ പലർക്കും പച്ചക്കറി കഴിക്കാൻ വയ്യ. പിള്ളേർക്ക് പച്ചക്കറി കഴിക്കാനേ വയ്യ. വലിയവരും അത് കണ്ട് പച്ചക്കറിയും കഴിക്കില്ല, ഫ്രൂട്ട്സും കഴിക്കില്ല. ചിലപ്പോൾ അത് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും, നമുക്ക് കിട്ടാത്തതായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്രമീകരിക്കാം? പലരും സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. മൾട്ടി വൈറ്റമിൻ എടുക്കുന്നുണ്ട്, വൈറ്റമിൻ സി എടുക്കുന്നുണ്ട്, വൈറ്റമിൻ ഡി എടുക്കുന്നുണ്ട്, പിന്നെ ഫോളിക് ആസിഡ്, അയൺ എന്നീ കാര്യങ്ങൾ, കാൽഷ്യം, ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഒരു റെഗുലേഷൻ വേണ്ടേ? ചിലരുണ്ട് വർഷങ്ങളായി, ഒരു 8 വർഷം 10 വർഷമായിട്ട് മൾട്ടി വൈറ്റമിൻ അല്ലെങ്കിൽ കാൽഷ്യം, അയൺ ഒരു കണക്കില്ലാതെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒന്ന് ക്രമീകരിക്കാം? ഒന്നെന്ന് വെച്ചാൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് എന്തായാലും എടുക്കുന്നവർ എന്തായാലും എടുക്കാത്തവർ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്. പലർക്കും വെജിറ്റബിൾസ് കിട്ടുന്നുണ്ട്, പക്ഷെ നല്ല ഗുണമുള്ള വെജിറ്റബിൾസ് അല്ല കിട്ടുന്നത്. ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ മീൽ പ്ലാൻ അനുസരിച്ച് നമുക്ക് പറയുന്നത് 1/2 പ്ലേറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, 1/4 കാർബോഹൈഡ്രേറ്റ് മീലും 1/4 പ്രോട്ടീൻ മീലുമാണ് പറയുന്നത്. പക്ഷെ പലർക്കും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബേസിക് ആയിട്ടുള്ള സപ്ലിമെൻ്റ് എടുക്കുക. എന്നുവെച്ചാൽ നമുക്ക് അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് സഹിക്കാൻ പറ്റാത്ത, ബോഡിയിൽ അത് മെറ്റബിളൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വാണ്ടിറ്റി എടുക്കരുത്. ഒരെണ്ണം ഡെയിലി 3 മാസം വർഷത്തിൽ അത്രയും എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് തോന്നുവാണ് നമുക്കൊരു ക്ഷീണമുണ്ട്, നമ്മുടെ ഭക്ഷണ രീതി അത്ര നല്ലതല്ല എന്ന് തോന്നുവാണെങ്കിൽ അടുത്തൊരു 3 മാസം എടുക്കുക. അങ്ങനെ ബ്രേക്ക് പീരീഡ്സ് കൊടുത്തിട്ടേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതും നമ്മുടെ ലിവറിലും പല ഓർഗൻസിലും കെട്ടിക്കിടന്ന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ കണക്കനുസരിച്ച് വേണം കഴിക്കാൻ. ആ ഒരു 3 മാസം കഴിഞ്ഞാൽ നമ്മൾ അത് നിർത്തുക. നമ്മുടെ ബോഡി തന്നെ അത് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയറ്റ് വഴി മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. പിന്നെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പിന്നെ എടുക്കുക. അങ്ങനെ വേണം കഴിക്കാൻ. അപ്പോൾ പക്ഷേ ഇതെല്ലാം മിനിമം എമൗണ്ട് ഉണ്ടോ എന്ന് ഒരു പ്രാവശ്യം ബേസിക്കായിട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഭക്ഷണമാണെങ്കിലും സപ്ലിമെൻ്റ് ആണെങ്കിലും ക്രമീകരിക്കാൻ കഴിയും.